ഷാൻ സിംഗ് ഹണ്ടൽ ഈ ഒരു പേര് ഞാൻ ആരെയും പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. സാക്ഷാൽ ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമിയിൽ കളിച്ചിട്ടുള്ള ഇന്ത്യൻ വംശജനായിട്ടുള്ള സിഖ് മുന്നേറ്റ നിര താരം. സിഖ് മുന്നേറ്റ നിര താരം എന്ന് പറയുമെങ്കിലും പുള്ളി കനേഡിയൻ പൗരനാണ്, കാനഡയ്ക്ക് വേണ്ടി കളിക്കാനാണ് യോഗ്യൻ. പക്ഷേ പലതവണ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൽ കളിക്കുന്നതിന് വേണ്ടി കനേഡിയൻ പൗരത്വം ഉപേക്ഷിക്കാൻ താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പം അദ്ദേഹം ബ്രൂക്ലിൻ എഫ് സിയുടെ പ്ലെയറാണ്. അദ്ദേഹം കുറേ കാലം മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു ISL ടീമിൻ്റെ കോൺട്രാക്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഏതെങ്കിലും ISL ക്ലബിൻ്റെ കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരികയും പിന്നെ ഇവിടെ ഒരു പെർമനന്റ് റെസിഡൻ്റായി മാറാനും ഇന്ത്യൻ നാഷണൽ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള ആഗ്രഹം ഒരുപാട് തവണ പറയുന്നതാണ്. ഇപ്പം അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ ബ്രൂക്ലിനിൽ നിന്നും നേരെ പോയിരിക്കുന്നത് പസഫിക് എഫ് സിയിലേക്കാണ്. നവംബർ വരെയാണ് അദ്ദേഹത്തിൻ്റെ പസഫിക്കിലുള്ള ലോൺ ഡ്യൂറേഷൻ. ഇതിനുശേഷവും അദ്ദേഹം ഒരു ഇന്ത്യൻ ക്ലബിൽ നിന്നും ക്ഷണം ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ISL ക്ലബ്ബുകൾ ഈ ഒരു താരത്തിനെ സ്വന്തമാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യൻ നാഷണൽ ടീമിൽ ഇടം പിടിക്കാനായി കനേഡിയൻ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ വരെ പുള്ളി തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് മുന്നിലുള്ള വളരെ മികച്ച ഓപ്ഷനാണ് അദ്ദേഹം ഒരുപാട് മികച്ച ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഓർലാൻഡോ, ഇന്റർ മിയാമി, ബ്രൂക്ലിൻ, ഇപ്പോൾ പസഫിക് FC കാനഡയിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബാണ്. അത്രയും നല്ല പ്രൊഫൈലുള്ള ഒരു താരം ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രാരംഭ നടപടി എന്ന നിലയിൽ, ഒരു അഷുറൻസ് എന്ന നിലയിൽ ഒരു ISL ടീമിൻ്റെ കോൺട്രാക്റ്റ് പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പം ഷാൻ ഹണ്ടലിനെ പോലെയുള്ള താരങ്ങൾക്ക് ISL കോൺട്രാക്റ്റ് ആരെങ്കിലും നൽകിക്കഴിഞ്ഞാൽ പുള്ളിക്കൊക്കെ കയറി വരാൻ പറ്റും. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ കുറച്ചുകൂടി ബെറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ യോഗവും രാജ്യവും നിലപാടുകളും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല താരങ്ങളും ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് പോലും അവരെ ആരെയും കൊണ്ടുവരാൻ പറ്റാത്ത അധികാര കേന്ദ്രങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിനെ ഇങ്ങനെ നാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കും.